രാജ്യത്ത് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള പുരപ്പുറ സൗരോർജ്ജ പദ്ധതി PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയ്ക്ക് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമമായ എക്സിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. 75,000 കോടിയിലധികം രൂപ മുതൽമുടക്കുള്ള ഈ പദ്ധതി 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന സബ്സിഡികൾ, ഗണ്യമായ ഇളവുകളുള്ള ബാങ്ക് വായ്പകൾ തുടങ്ങിയവയിലൂടെ ജനങ്ങളുടെ മേൽ ചെലവുകളുടെ ഭാരമില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പാക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദേശീയ ഓൺലൈൻ പോർട്ടലുമായി സംയോജിപ്പിക്കുന്നത് കൂടുതൽ സൗകര്യമൊരുക്കും. പദ്ധതിയിലൂടെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്തുകൾക്കും പുരപ്പുറ സൗരോർജ്ജ സംവിധാനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകും. കൂടുതൽ വരുമാനം, കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ, തൊഴിലവസരങ്ങൾ തുടങ്ങിയവയ്ക്കും പദ്ധതി ഊന്നൽ നൽകും. pmsuryaghar.gov.in അപേക്ഷ നൽകി PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിൽ ചേരാൻ സാധിക്കും. വരുമാന മാർഗം കൂടി ലഭ്യമാക്കുന്ന PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന ഊർജ്ജ സംരക്ഷണ മേഖലയിൽ ഏറെ മുന്നേറാനുള്ള ശക്തി പകരുകയാണ്. പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ ഒരു ചുവടുവയ്പ്. രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് പദ്ധതി പ്രഖ്യാപനം. പുരപ്പുറ സൗരോർജ്ജ സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ളവർക്ക് വൈദ്യുതി നൽകാനും മിച്ച വൈദ്യുതി ഉൽപാദനത്തിന് അധിക വരുമാനം വാഗ്ദാനം ചെയ്യാനും പ്രധാനമന്ത്രി സൂര്യോദയ യോജന ലക്ഷ്യമിടുന്നു. പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതിക്ക് കീഴിൽ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ ഉപകരണങ്ങൾ ലഭ്യമാക്കും. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിനു പുറമെ ഊർജ്ജ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതിലേക്ക് ഒരു ചുവടുവയ്പ്. ഇന്ത്യ ഊർജ്ജവാരം 2024 ഗോവയിൽ തുടക്കമായി. 2024 ഫെബ്രുവരി 6 മുതൽ 9 വരെ നടക്കുന്ന ഇന്ത്യ എനർജി വീക്കിന്റെ 2ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ കരുത്തുറ്റ ഊർജ്ജ മേഖല ദേശീയ പുരോഗതിക്ക് ശുഭസൂചന നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ആഗോള ദിശ നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അഭൂതപൂർവമായ വേഗതയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന നയത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഊർജ്ജ മിശ്രണം വർദ്ധിപ്പിക്കുന്നതിന് പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സുകളുടെ വികസനത്തിനാണ് ഊന്നൽ നൽകുന്നത്. ലോകത്തോടൊപ്പം ഇന്ത്യ, ലോകത്തിനു വേണ്ടി ഇന്ത്യ എന്ന വികാരത്തിന്റെ പ്രതിഫലനമാണ് ഇന്ത്യ ഊർജ്ജവാരം 2024 എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हम दुनिया के चौथे सबसे बड़े LNG इंपोर्टर, चौथे सबसे बड़े रिफाइनर और चौथे सबसे बड़े ऑटोमोबाइल मार्केट वाले देश हैं. പരിപാടിയുടെ ഭാഗമായി ആഗോള എണ്ണ വാതക സിഇഒമാരുമായും വിദഗ്ധരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനത്തിനായുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ്ജ പ്രദർശനവും കോൺഫറൻസുമാണ് ഇന്ത്യ ഊർജ്ജവാരം 2024. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും അവയെ ഊർജ്ജ മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുകയുമാണ് ഈ പരിപാടിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. ഊർജ്ജ മേഖലയിൽ ഇന്ത്യൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നേതൃത്വം നൽകുന്ന നൂതന പരിഹാരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക മേക്ക് ഇൻ ഇന്ത്യ പവലിയനും സംഘടിപ്പിച്ചിട്ടുണ്ട്.